അപ്പോൾ ഇന്ന് നമ്മൾ എങ്ങോട്ടാ പോകുന്നതെന്ന് അറിയാം. നേരത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ അമൃതയിൽ ഇന്റർ കോളേജ് ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട്, നമ്മൾ വണ്ണാറ്റിലേക്ക് പോകാൻ ചാൻസ് ഉണ്ടെന്ന്. അപ്പോൾ വണ്ണാറ്റിലേക്ക് ഞങ്ങൾ കോയമ്പത്തൂർ പോകുന്നുണ്ട് കേട്ടോ ഇപ്രാവശ്യം. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ കോയമ്പത്തൂർ അമൃത ക്യാമ്പസും അതുപോലെ തന്നെ സർഗാമൃതം 225 പ്രോഗ്രാംസും വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് വാ. ബൈ. കെട്ടും പാണ്ടായിട്ട് വേറെ എങ്ങോട്ടല്ല, ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ കോയമ്പത്തൂർ പോവാണ്. ഇന്റർ കോളേജ് ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട്. നമ്മൾ വൺ നൈറ്റ് പ്ലേക്ക് ഉണ്ട്. വൺ നൈറ്റ് പ്ലേ എന്ന് പറഞ്ഞാൽ ഏകദേശം സ്കിറ്റൊക്കെ പോലെ തന്നെ കേട്ടോ, പക്ഷെ നമ്മൾ ലൈവായിട്ട് ഡയലോഗ്സ് പറയണം. Hey guys, so നമ്മളെല്ലാവരും സെറ്റാണ്. സോ വി ആർ ഗോയിങ് ടു കോയമ്പത്തൂർ. അപ്പോൾ എന്താണ് ചേച്ചിക്ക് ഒരു നിമിഷത്തിൽ പറയാനുള്ളത്? എനിക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്താൽ മതി. ഇപ്പം എന്താ ചേച്ചിക്ക് ഫീൽ ചെയ്യുന്നത്? ജസ്റ്റ് ഇരിക്കുമല്ലേ. സോ ഗൈസ്, നമുക്കിനി അടുത്ത വിശേഷങ്ങളുമായി ചിന്മയുടെ അപാരമായ പെർഫോമൻസ് കാണാൻ എല്ലാവരും കോയമ്പത്തൂർ വരിക. അപ്പോൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അവിടെ പോയിട്ട് വന്നിട്ടായിരിക്കും ഗൈസ്. എനിവേ, സീ യു. ബൈ ബൈ. അതെ, കോൺഫിഡൻസ് അപാരമാണ്. വൺ നൈറ്റിലേക്ക് ഞങ്ങൾക്ക് പ്രൈസ് കിട്ടിയോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു, ഞങ്ങൾക്ക് കിട്ടുമോ ഇല്ലയോ? എനി ഐഡിയാസ്? എനിവേ, പ്രകൃതി മനോഹരമായ കാഴ്ചകളെ കൊണ്ട് നമ്മൾ നേരെ കോയമ്പത്തൂരാണ്. ആൻഡ് ദിസ് ഈസ് അവർ സ്വീറ്റ് മിസ് അപർണ മാം. അങ്ങനെ അപർണ മാം ഒരു ഹായൊക്കെ തന്നതേ ഞാൻ പോളിങ് തുടങ്ങിയേ. മെസ്സിൽ കയറിയപ്പോൾ തൊട്ട് നമ്മളെല്ലാവരും ഫുഡ് അടി തുടങ്ങിയതാണ്. അങ്ങനെ ബിസ്ക്കറ്റ് കഴിച്ചു, കേക്ക് കഴിച്ചു, പിന്നെ ഒരു കുക്കീസ് കഴിച്ചു, പിന്നെ അല്ലറ സാധനങ്ങളൊക്കെ കഴിച്ചു. എല്ലാം ഒന്നും ഞാൻ ആഡ് ചെയ്തിട്ടില്ല. അതിന് ശേഷം വണ്ടി കുറച്ച് നേരം ഒന്ന് നിർത്തിയിട്ടിരുന്നു. അപ്പം എൻ്റെ കുറച്ച് പ്രഹസനങ്ങളും ഡാൻസുമാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത്. എന്നിട്ട് ഇങ്ങനെ ആഹാ, എന്തായാലും ഈ ചേച്ചി കാണിക്കുന്നത്. അങ്ങനെ ഫൈനലി വി അറൈവ്ഡ് അവർ ഡെസ്റ്റിനേഷൻ. അങ്ങനെ കോയമ്പത്തൂർ ക്യാമ്പസ് എത്തിയിട്ടോ. ഈ റെയിൽവേ ട്രാക്ക് കിടന്നാലുള്ള സ്ഥലം മൊത്തം നമ്മുടെ അമൃത ക്യാമ്പസാണ്. അതിൽ1% മാത്രമേ ഞാനും എൻ്റെ ഫ്രണ്ട്സും കണ്ടിട്ടുള്ളൂ. കാരണം നമുക്ക് ഈ 3 ഡേയ്സിൽ പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് മൊത്തം ക്യാമ്പസ് ഒന്നും കാണാൻ പറ്റിയില്ല. എന്തായാലും ഞാനെടുത്ത വിഷ്വൽസൊക്കെ വെച്ചിട്ടൊരു വീഡിയോ നിങ്ങളെ കാണിക്കാവേ. അങ്ങനെ നമ്മൾ ക്യാമ്പസ് എത്തിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ചെന്നപ്പോൾ തന്നെ നല്ല ലേറ്റ് ആയതുകൊണ്ട് തന്നെ വേഗം പോയി ലഞ്ച് കഴിച്ചു കേട്ടോ. അപ്പോൾ ലഞ്ചൊക്കെ അവർ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. Hey guys, അങ്ങനെ നമ്മളിവിടെ അമൃത ക്യാമ്പസിൽ എത്തിയിട്ടുണ്ട്. ആൻഡ് നമുക്ക് ഫുഡ് കഴിച്ചിട്ട് ഇനി പ്രൊസഷൻ അറ്റൻഡ് ചെയ്യാനുണ്ട്. പ്രൊസഷൻ ഇൻ 4:45 ആണ്. നമ്മളിപ്പോൾ 3:45 ആയി. അപ്പോൾ വേഗം ഫുഡ് കഴിച്ച് പോയി ഫ്രഷപ്പായി വരണം. ഉച്ചത്തെ ഫുഡ് വൈകുന്നേരമാണ് കഴിച്ചത്, ബിക്കോസ് നമ്മൾ ലേറ്റായി. പിന്നെ ഇതിൽ പച്ചരിച്ചോറ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും അത് ഇഷ്ടപ്പെടണമെന്നില്ല. അത് ഇഷ്ടപ്പെടുന്നവർക്ക് അത് ഓക്കെയാണ്. പൊതുവേ എനിക്ക് ഇവിടുത്തെ ഉച്ചത്തെ ഫുഡ് അത്ര പിടിച്ചില്ല, ബട്ട് ബാക്കിയുള്ള ഫുഡൊക്കെ അടിപൊളിയാണ് കേട്ടോ. അത് നമുക്ക് ഈ 2 വീഡിയോയിൽ കാണാം കേട്ടോ. പിന്നെ ഞങ്ങൾ ഫസ്റ്റ് പോയത് അമൃതേശ്വരി ഹാളാണ്. അവിടെയാണ് നമ്മുടെ വൺ നൈറ്റ് പ്ലേ നടക്കുന്നത്. പിന്നെ നമ്മൾ അവിടുത്തെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സീനറീസൊക്കെ കണ്ട് നമ്മൾ നേരെ മൈത്രി ഭവനാണ്. ഈ കോളേജിൻ്റെ ഭംഗി ഞാൻ ഈ 2 വീഡിയോസിലായിട്ട് കാണിക്കാം കേട്ടോ. ഹേ ഗായ്സ്, സോ നമ്മൾ ഇവിടെ എത്തി. കുറച്ച് ഹരിബറിയാണ് ബിക്കോസ് പ്രൊസഷൻ സ്റ്റാർട്ട് ചെയ്തു. സോ നമ്മൾ വേഗം പോകണം. സോ ഒരു കുർത്തിയൊക്കെയാണ് ഞാൻ വെയർ ചെയ്തിരിക്കുന്നത്. നമ്മുടെ അടുത്ത് എത്തനിക്കായിട്ട് വരാൻ പറഞ്ഞാണ്. ആൻഡ് എൻ്റെ ബാക്കിൽ കാണുന്നത് ഭയങ്കര ഒരു മലയാണ്. ആ കാണിച്ച മല ഞാൻ പിന്നെ കാണിക്കാം. ഇച്ചിരി തിരക്കാണ്. നമ്മൾ നേരെ റെഡിയായി പ്രൊസഷനൊക്കെ സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെ നമ്മുടെ കോളേജിൽ എല്ലാവരും ജസ്റ്റ് ഒന്ന് ഒരു മാർച്ചൊക്കെ പോലെ. അങ്ങനെ ഇനോഗ്രൽ സെറമണിയും കഴിഞ്ഞ് നമുക്ക് പ്രസാദവും കിട്ടി. ഹേ ഗൈസ്, അങ്ങനെ നമുക്ക് ഇവിടുന്ന് പ്രസാദം കിട്ടി. പ്രസാദം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറയുക, ഡയറി മിൽക്ക് സിൽക്കാണ്. സിൽക്ക് കിട്ടിയ ഹാപ്പിനെസ്സിൽ നമ്മൾ നേരെ ഡിന്നർ കഴിക്കാൻ പോവുകയാണ്. അങ്ങനെ ഇത് നമ്മുടെ ടർഫാണ്. ടർഫല്ലല്ലോ, അതിന് ഫുട്ബോൾ ടർഫ്. അതിനേ നമ്മളത് ഡിന്നറിന് കഴിക്കാൻ ചപ്പാത്തി, പിന്നെ എന്തുവായിരുന്നടാ, മറ്റേ തക്കാളിക്കറി, ലെമൺ റൈസ്, ആൻഡ് സൈഡിലിരിക്കുന്നത് എഗെയിൻ ഡയറി മിൽക്ക് സിൽക്ക്. നമ്മൾ ഡിന്നർ കഴിച്ചു ആൻഡ് വി ആർ ഗോയിങ് ടു ഉറങ്ങാൻ. നമ്മൾ ബാക്ക് ടു ഹോസ്റ്റൽ. ഇത് അത്യാവശ്യം നല്ല വലിയ ക്യാമ്പസാണ്. നമ്മളിപ്പോൾ ഉള്ളത് അമൃത
കോയമ്പത്തൂർ ക്യാമ്പസ് ആണ് ആൻഡ് നല്ല രസമുണ്ട് കാണാൻ ആക്ച്വലി. സോ വി ആർ ഗോയിങ് ടു സ്ലീപ് ഗൈസ്, കം ഓൺ. അപ്പം ഇനി വേറെ പരിപാടിയൊന്നുമില്ല, നേരെ ഹോസ്റ്റലിൽ പോയി കിടന്നുറങ്ങുക, രാവിലെ എണീക്കുക, അടുത്ത ദിവസം തൊട്ട് നമുക്ക് പരിപാടി സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. ആൻഡ് എനിവേ ഉറങ്ങുന്നതിന് മുന്നേ ഇതേ ഒരു ഔട്ട്ഫിറ്റ് ചെക്കും ചെയ്ത്. അപ്പോൾ ഗൈസ് ഗുഡ് നൈറ്റ്. നെക്സ്റ്റ് വീഡിയോ അടുത്ത ദിവസം കാണാം. അപ്പോൾ ബൈ. ഹേ ലൂസു, നമുക്ക് ഇവിടെ ഒരു ഡോമെട്രി ആണ് കിട്ടിയിരിക്കുന്നത്, കാരണം നമ്മൾ വന്നപ്പോഴത്തേക്കും റൂംസ് എല്ലാം ഫില്ലായി. ആൻഡ് അപ്പോൾ ഇനി ഞാൻ കിടന്നുറങ്ങാൻ പോവാണ്. അപ്പോൾ അത്രേ ഉള്ളൂ ഡേ 1. സോ ഓഗസ്റ്റ് 1 നമ്മളിവിടെ എത്തി. ഇനോഗ്രൽ സെറമണി കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, ഫുഡൊക്കെ കഴിച്ചു, വി ഓൾ ആർ സാറ്റ് ആൻഡ് നമ്മൾ ഉറങ്ങാൻ പോവാണ് ഗൈസ്. രാജു ബൈ. സോ ഇവിടെ കുറേ പേര് ഇനി വരാനുണ്ട്, കുട്ടികളൊക്കെ. ആൻഡ് എനിവേ ഡേ 2 നെക്സ്റ്റ് ഡേ കാണാം.